Welcome back once again to our class. Okay, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ഫാക്ടറൈസേഷൻ മെത്തേഡായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഭാഗം solving quadratic equation by quadratic formula. Okay, quadratic formula ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് നമുക്ക് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ പറ്റുക എന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഏത് രൂപത്തിലായിരിക്കുമെന്ന് നിങ്ങൾക്കറിയാം. ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ജനറൽ ഫോം എന്ന് പറയുന്നത് നമുക്കറിയാം. ax² + bx + c = 0 എന്നതാണ് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ജനറൽ ഫോം. ഇനി ഇതിൽ നിന്ന് നമുക്കൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഉണ്ടാക്കാൻ കഴിയും. ആ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഏത് ക്വാഡ്രാറ്റിക് ഇക്വേഷനെയും ആ ക്വാഡ്രാറ്റിക് ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഏത് ക്വാഡ്രാറ്റിക് ഇക്വേഷനെയും സോൾവ് ചെയ്യാൻ കഴിയും. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മൾ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എങ്ങനെയാണ് ഇവിടെ ഡിറൈവ് ചെയ്തിട്ടുള്ളത് നോക്കാം. നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ x² കോയിഫിഷ്യന്റിനെ a എന്നും x-ന്റെ കോയിഫിഷ്യന്റിനെ b എന്നും കോൺസ്റ്റന്റ് c എന്നും നമ്മൾ എടുത്തിട്ടുണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ക്വാഡ്രാറ്റിക് ഫോർമുല ഇവിടെ നമ്മൾ ഫോം ചെയ്തിട്ടുള്ളത്. ക്വാഡ്രാറ്റിക് ഫോർമുല എന്ന് പറയുന്നത് -b, അതായത് x എന്ന് പറഞ്ഞാൽ x കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ്. അപ്പൊ x -b ± √b² - 4ac ഡിവൈഡഡ് ബൈ 2a എന്നാണ്. ഇതിലെ b എന്താണെന്ന് നമുക്കറിയാം. ഇവിടെ x-ന്റെ കോയിഫിഷ്യന്റ് ആണ് b. ഓക്കെ, a എന്ന് പറഞ്ഞാൽ x² കോയിഫിഷ്യന്റ് ആയിരിക്കും, c എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും, ഡിവൈഡഡ് ബൈ 2a. a എന്ന് പറയുന്നത് x² കോയിഫിഷ്യന്റ് ആയിരിക്കും. അപ്പോ ഈ കോയിഫിഷ്യൻസ് നമുക്ക് അറിയാമെങ്കിൽ, ഈ എയും ബിയും സിയും നമുക്ക് അറിയാമെങ്കിൽ, നമുക്ക് ഈ ഫോർമുലയില് ആ വിലകൾ അപ്ലൈ ചെയ്തിട്ട് ആ ഇക്വേഷൻ, ആ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ സൊല്യൂഷൻ, അതിന്റെ വാരിയബിളിന്റെ വില നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്നത്. അതാണ് ഒരു ക്വാഡ്രാറ്റിക് ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന രീതി. ഇതിനെ നമ്മൾ ക്വാഡ്രാറ്റിക് ഫോർമുല എന്നാണ് പറയുന്നത്. ക്വാഡ്രാറ്റിക് ഫോർമുല എന്നാണ് പറയുന്നത്. ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമ്മൾ സാധാരണഗതിയിൽ പറഞ്ഞു പോയിട്ടുള്ളത് രണ്ട് സൊല്യൂഷൻസ് ഉണ്ടാകും, രണ്ട് റൂട്ട്സ്, പല പേരുകൾ അറിയപ്പെടും, റൂട്ട്സ് എന്നറിയപ്പെടും. അതല്ലെങ്കിൽ നമ്മൾ പറയും വാല്യൂസ്, അല്ലെ, എക്സ്, അതിലെ വാരിയബിളിന്റെ വാല്യൂ. രണ്ടെണ്ണമാണ് സാധാരണഗതിയിൽ ഉണ്ടാവുക. എപ്പോഴും രണ്ടെണ്ണം ഉണ്ടാവുക എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. സാധാരണഗതിയിൽ നമ്മൾ കണ്ടിട്ടുള്ളത് രണ്ട് വാല്യൂസ്. ഓക്കെ, അത് ഒന്നുകിൽ റിയൽ നമ്പർ ആയിരിക്കും, അല്ലെങ്കിൽ കോംപ്ലക്സ് നമ്പർ ആയിരിക്കും. റിയൽ എന്ന് പറഞ്ഞാൽ നമുക്ക് കൃത്യമായ ഒരു നമ്പർ ആയിരിക്കും, കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ ഒരു ഇമാജിനറി നമ്പർ ആയിരിക്കും. ഓക്കെ, അപ്പോ ഇനി ഇതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ b² - 4ac എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഈ ഭാഗം, അല്ലെ, ഈ റൂട്ട് സൈനിന്റെ ഉള്ളിൽ കിടക്കുന്ന ഈ ഒരു ഭാഗം b² - 4ac, b² - 4ac. ഇതിനെ നമ്മൾ ഡിസ്ക്രിമിനന്റ് എന്നാണ് വിളിക്കുന്നത്. ഡിസ്ക്രിമിനന്റ് എന്നതിന് വിളിക്കാനുള്ള കാരണം, ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഡിസ്ക്രിമിനന്റ്, അത് അതിന്റെ വില, അതിന്റെ സ്വഭാവം എങ്ങനെയാണോ അതിനനുസരിച്ചാണ് ആ ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ എത്ര സൊല്യൂഷൻസ് ഉണ്ട്, അതിന്റെ വാരിയബിളിന് എത്ര വിലകളുണ്ട്,
അല്ലെങ്കിൽ അതിന്റെ വിലകൾ, അതിന്റെ സൊല്യൂഷൻസ് ഏത് രൂപത്തിലായിരിക്കും എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കും. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക. ബി സ്ക്വയർ മൈനസ് 4ac എന്ന് പറയുന്നത് ഡിസ്ക്രിമിനന്റ് ആണ്. ഈ റൂട്ട് സൈഡിന്റെ ഉള്ളിലാണ് ബി സ്ക്വയർ മൈനസ് 4ac കിടക്കുന്നത്. അപ്പൊ നമുക്ക് ബി സ്ക്വയർ മൈനസ് 4ac ഗ്രേറ്റർ ദാൻ 0 ആണ് കിട്ടുന്നതെങ്കിൽ ഈ ബി സ്ക്വയർ മൈനസ് 4ac എന്ന് പറയുന്ന ഈ ഭാഗം മാത്രം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവ് നമ്പർ, ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ there are two real roots. അവിടെ എന്തുണ്ടാകും? രണ്ട് റിയൽ റൂട്ടുകൾ ഉണ്ടാകും. രണ്ട് റിയൽ റൂട്ട്സ് എന്ന് പറഞ്ഞാൽ രണ്ട് സൊല്യൂഷൻസ് ഉണ്ടാകും. അല്ലെങ്കിൽ അതിന്റെ എക്സ്, അതല്ലെങ്കിൽ ഏതാണോ വാരിയബിൾ, ആ വാരിയബിളിന് രണ്ട് വിലകൾ കിട്ടുമെന്നാണ്. ഇപ്പൊ രണ്ട് റിയൽ റൂട്ട്സ് രണ്ട് റിയൽ റൂട്ട്സ് ഉണ്ടാകും. ബി സ്ക്വയർ മൈനസ് 4ac ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ, അതായത് പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. If b square minus 4ac is equal to 0, b square minus 4ac 0 ആണെങ്കിൽ, അങ്ങനെയാവാൻ b square minus 4ac 0 ആണെങ്കിൽ എന്ത് സംഭവിക്കും? There is exactly one real number. അവിടെ ഒരൊറ്റ റിയൽ നമ്പർ ഉണ്ടാവും, ഒരൊറ്റ റിയൽ റൂട്ടേ ഉണ്ടാവുള്ളൂ, ഒരു സൊല്യൂഷൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ 0 ആണെങ്കിൽ. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. If b square minus 4ac less than 0, അതായത് b square minus 4ac less than 0, അതായത് 0-നേക്കാളും ചെറുതാണെങ്കിൽ, അതായത് 0-നേക്കാളും ചെറുത് പറഞ്ഞാൽ നെഗറ്റീവ് സംഖ്യയാവുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? There are no real roots. അവിടെ റിയൽ ആയിട്ടുള്ള ഒരു റൂട്ടും ഉണ്ടാവില്ല. പിന്നെ അവിടെ ഉണ്ടാവുന്നത് കോംപ്ലക്സ് റൂട്ടുകളായിരിക്കും. അതായത് നമുക്ക് കൃത്യമായിട്ട് ഒരു ഡിസ്റ്റിങ്ക്റ്റ് നമ്പർ, ഒരു റിയൽ നമ്പർ നമുക്ക് കിട്ടില്ല. കൃത്യമായിട്ടുള്ള ഒരു റൂട്ട്, ഒരു വാല്യൂ നമുക്ക് കിട്ടില്ല. അപ്പൊ ഇങ്ങനെയാണ് ഒരു ക്വാഡ്രാറ്റിക് ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ അതിലെ റൂട്ടുകളുടെ അല്ലെങ്കിൽ കിട്ടുന്ന സൊല്യൂഷൻസിന്റെ സ്വഭാവം, നമുക്കതിന്റെ ഡിസ്ക്രിമിനന്റിന്റെ വാല്യൂ എന്താണെന്ന് നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ടാണ് ബി സ്ക്വയർ മൈനസ് 4ac എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്തെ, റൂട്ട് സൈഡിനുള്ളിലുള്ള ഭാഗത്തെ നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡിസ്ക്രിമിനന്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മളൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യേണ്ടത്, ക്വാഡ്രാറ്റിക് ഫോർമുല ഉപയോഗിച്ചു. ഇനി എങ്ങനെയാണ് എന്നുള്ളതിന്റെ എക്സാമ്പിൾ നമ്മൾ ചെയ്യാൻ പോവുകയാണ്. എക്സാമ്പിൾ നോക്കാം. സോൾവ് x² + 2x - 143 = 0. ഇത് ക്വാഡ്രാറ്റിക് ഫോർമുല യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? സോൾവ് ചെയ്യണം. എങ്ങനെയാണ് നോക്കുക. അപ്പൊ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാം? ഇതിലെ കോഎഫിഷ്യൻസ് എയും ബിയും സിയും ഏതൊക്കെയാണ് നോക്കാം. a = 1 ആണ്. x² കോഎഫിഷ്യന്റ് ആണ് a, നമ്മൾ നേരത്തെ പറഞ്ഞത്. b എന്ന് പറയുന്നത് x ന്റെ കോഎഫിഷ്യന്റ്, b = 2. c എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് -143. then ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ക്വാഡ്രാറ്റിക് ഫോർമുല x = -b ± √b² - 4ac/2a. അതാണ് ക്വാഡ്രാറ്റിക് ഫോർമുല. ഈ ക്വാഡ്രാറ്റിക് ഫോർമുലയിൽ നമ്മൾ ഈ വാല്യൂസ് a, b, c എന്ന് പറയുന്ന വാല്യൂസ് നമ്മൾ അപ്ലൈ ചെയ്യണം. b എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പൊ 2 മൈനസ് b ആണ്, -2 പ്ലസ് ഓർ മൈനസ് √b² എന്ന് പറഞ്ഞാൽ 2² -4 into 1, a എന്ന് പറഞ്ഞാൽ 1 into c എന്ന് പറഞ്ഞാൽ -43, അപ്പൊ into -43 by 2a ആണ്, 2 into 1. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പിൽ x = -2 പ്ലസ് ഓർ മൈനസ് 4 പ്ലസ് ഇത് -4 into 1 into -43 മൾട്ടിപ്ലൈ ചെയ്താൽ പ്ലസ് 572 കിട്ടും. അപ്പൊ 4 പ്ലസ് 572 അതാണ് റൂട്ടിനുള്ളിൽ ഡിവൈഡഡ് ബൈ 2 is equal to -2 plus or minus √576. അതായത് 4 plus 572 ആഡ് ചെയ്താൽ 576 ഡിവൈഡഡ് ബൈ 2.
root 576 നമുക്ക് 24 കിട്ടും. അപ്പൊ x is equal to -2 plus or minus 24 divided by 2. അപ്പൊ 576 ന്റെ റൂട്ട് ആണെന്ന് 24 എന്ന് പറയും. അപ്പൊ -2 plus or minus 24 divided by 2. അങ്ങനെ വന്നു കഴിഞ്ഞാൽ therefore x is equal to -2 plus 24 divided by 2. പ്ലസ് ഓർ മൈനസ് അപ്പൊ ആദ്യം പ്ലസ് ഇട്ടിരിക്കുക. -2 plus 24 divided by 2. അപ്പോ 22 divided by 2 is equal to 11. രണ്ടാമത് x is equal to -2 minus 24 divided by 2. പ്ലസ് ഓർ മൈനസ് ആണ്. അപ്പോ രണ്ടാമത് മൈനസ്. അത് -26 divided by 2 is equal to 13. -13 അതായത് 26 രണ്ടോണ്ട് ഹരിച്ചാൽ 13 ആണ്. -13. അങ്ങനെയാണെങ്കിൽ x ന് രണ്ട് വിലകളാണ്. സോ x is equal to 11 or x is equal to -13. അപ്പൊ ഇവിടെ നോക്കുക, ഇവിടെ ഡിസ്ക്രിമിനന്റ് b സ്ക്വയർ മൈനസ് 4ac എന്തായിരുന്നു? 24 ആണ് കിട്ടിയത് അല്ലെ? റൂട്ടിന്റെ ഉള്ളിലുള്ള സംഖ്യ 24 അല്ലേ? റൂട്ടിന്റെ ഉള്ളിലുള്ള സംഖ്യ എന്താണ്? ഇവിടെ പോസിറ്റീവ് ആണ്. പോസിറ്റീവ് ആയതുകൊണ്ട് രണ്ട് റിയൽ റൂട്ട്സ് നമുക്ക് കിട്ടി എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് രണ്ടാമതൊരു എക്സാമ്പിൾ സോൾവ് 5x square plus 2x plus 1 is equal to 0. ഇവിടെ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ കോഎഫിഷ്യന്റ്സ് a is equal to 5, b is equal to 2, c is equal to 1. Quadratic formula നമ്മൾ എഴുതുന്നു. x is equal to minus b plus or minus root of b square minus 4ac divided by 2a. Okay. ഇനി നമ്മൾ ആ വാല്യൂസ് ഇവിടെ അപ്ലൈ ചെയ്യണം. x is equal to b 2 ആണല്ലോ. -2 plus or minus root of b square 2 square minus 4 into a 5 c 1 5 into 1 divided by 2 into 5. Okay, x is equal to -2 plus or minus root of 4 minus 20 minus 4 into 5 into 1 minus 20 divided by 10. 2 into 5 10. 2 square under 4. Okay, is equal to -2 plus or minus root of 4 minus 20 ആണ്. അപ്പോൾ വലിയ സംഖ്യയിൽ നിന്ന് ചെറുത് കുറച്ച് വലുത് ചിഹ്നമുണ്ട്. അപ്പോൾ -16 divided by 10. ഇവിടെ നോക്കുക, ഇവിടെ റൂട്ടിന്റെ ഉള്ളില് -16 ആണ്. യാതൊരു കാരണവശാലും സ്ക്വയർ റൂട്ടിനുള്ളില് മൈനസ് വരില്ല. കാരണം സ്ക്വയർ റൂട്ടുകൾ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടേണ്ട സംഖ്യയാണ്. ഇതാണ് സ്ക്വയർ ആണ്. അപ്പോ ഇത് യാതൊരു കാരണവശാലും നെഗറ്റീവ് ചിഹ്നം വരില്ല. അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ഡിസ്ക്രിമിനന്റ് നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? there are no real roots. അവിടെ എന്തുണ്ടാവില്ല? റിയൽ റൂട്ട്സ് ഉണ്ടാവില്ല. റൂട്ട്സ് നമുക്ക് ഇങ്ങനെ കിട്ടും. എക്സിന് രണ്ട് റൂട്ട്സ്. x is equal to -2 plus root of -16 divided by 10 എന്ന് ഒന്നും, പിന്നെ വേറെ ഒന്ന് x is equal to -2 minus root of -16 divided by 10 എന്ന്. അങ്ങനെ രണ്ട് റൂട്ട് നമുക്ക് കിട്ടും. പക്ഷെ അത് ഡിസ്റ്റിങ്ക്റ്റ് അല്ല, റിയൽ റൂട്ട് അല്ല, കോംപ്ലക്സ് റൂട്ട് എന്നാണ് അതിന് പറയാം. കോംപ്ലക്സ്. അതിന്റെ വില കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് ഇമാജിനേഷൻ ആണ്. നമുക്ക് ഇമാജിനറി ആണ്, നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് നമുക്ക് ഇതിന് റിയൽ റൂട്ട് എന്ന് പറയില്ല, അല്ലെങ്കിൽ കോംപ്ലക്സ് റൂട്ട് എന്നോ അതല്ലെങ്കിൽ ഇമാജിനറി റൂട്ട് എന്നോ ഒക്കെയാണ് അതിന് നമ്മൾ പറയാം. ഇതൊരു കോംപ്ലക്സ് റൂട്ട്സ് ആണ്. ഇങ്ങനെ കിട്ടും ആൻസർ. നമുക്ക് അതിനിടയിൽ വേറെന്നോ റിയൽ റൂട്ട്സ് നമുക്ക് ആൻസർ എഴുതാൻ കഴിയും. അപ്പൊ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസും നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോ ഡിസ്ക്രിമിനന്റ് നെഗറ്റീവ് ആയാൽ, <0 ആയാൽ there are no real roots. അവിടെ എന്തുണ്ടാവില്ല? റിയൽ റൂട്ട്സ് ഉണ്ടാവില്ല. അവിടെ കോംപ്ലക്സ് റൂട്ടാണ് ഉണ്ടാവുക. ഒരു എക്സാമ്പിളും കൂടെ നമുക്ക് നോക്കാം. ഇവിടെ ക്വസ്റ്റ്യൻ നോക്കാം. സോൾവ് x square minus 8 is equal to 2x. അപ്പോൾ നമ്മള് ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ഫോമിലേക്ക് മാറ്റും. x സ്ക്വയർ, അടുത്ത 2x ഇങ്ങോട്ട് വരുമ്പോൾ -2x
8 ഇവിടെ തന്നെയുണ്ട് -8 is equal to 0 ആണ്. ഇക്വേഷൻ സമത്തിനപ്പുറത്തുള്ള 2x ഇങ്ങോട്ട് കൊണ്ടുവരാം, രണ്ട് ഭാഗത്തേക്ക് കൊണ്ടുവരാം. is equal to 0 തന്നെ അത്രേ ഉള്ളൂ. ഓക്കെ, a is equal to 1, b is equal to -2, c is equal to -8. Quadratic equation x is equal to -b plus or minus root of b square minus 4ac divided by 2a. Okay, x is equal to വിലകൾ കൊടുക്കാം, മൈനസ് ഇവിടെയുള്ള മൈനസ് ആണ്, b is equal to എന്താണ് -2 ആണ്. അപ്പോ -2 plus or minus root of -2 whole square b -2 ആണ്. minus 4 into 1 into -8 c -8 divided by 2 into 1. Next step is minus -2 എന്ന് പറഞ്ഞാൽ 2 ആണ്, minus into minus plus ആവും 2. Okay, plus or minus root of 4 -2 whole square 4 ആണ്, plus -4 into 1 into -8 plus 32 divided by 2 into 1 2 is equal to 2 plus or minus 4 plus 32 36 are root of 36 divided by 2. Next x is equal to എന്താണ് 2 plus or minus 36 ന്റെ root 6 are divided by 2. അപ്പോൾ 2 plus or minus 6 divided by 2. അപ്പോൾ roots x is equal to 2 plus 6 divided by 2 is equal to 8 divided by 2. 2 plus 6 8 ആണ്, 8 divided by 2 is equal to 4. x ന്റെ ഒരു root 4. Then next x is equal to 2 minus 6 divided by 2 is equal to 2 minus 6 എന്ന് പറയുമ്പോൾ -4, വലുതും ചെറുത് കുറക്കുക വലുതിന്റെ -4 divided by 2 is equal to -2. Then x is equal to 4 or x is equal to -2. x ന് രണ്ട് വാല്യൂസ് കിട്ടും, കാരണം ഡിസ്ക്രിമിനന്റ് എന്താണ് പോസിറ്റീവ് ആണ്, 36 ആണ് അല്ലെ, പോസിറ്റീവ് ആണ്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ക്വാഡ്രാറ്റിക് ഫോർമുല യൂസ് ചെയ്തുകൊണ്ട് ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ സൊല്യൂഷൻസ് കണ്ടുപിടിക്കുന്നത്. വെരി സിമ്പിൾ ആണ്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ജസ്റ്റ് എഴുതി ആ വിലകൾ എയും ബിയും സിയും എത്രയാണോ അത് അതിൽ അപ്ലൈ ചെയ്യുക, നമ്മൾ ചെയ്യുക. ശ്രദ്ധിക്കേണ്ട കാര്യം ഡിസ്ക്രിമിനന്റ്, അതായത് റൂട്ട് സൈനിന്റെ ഉള്ളിൽ വരുന്ന സംഖ്യ പോസിറ്റീവ് ആണെങ്കിൽ 2 റിയൽ റൂട്ട്സ് ഉണ്ടാകും, നെഗറ്റീവ് ആണെങ്കിൽ റിയൽ റൂട്ട്സ് ഉണ്ടാവില്ല, 0 ആണെങ്കിൽ എക്സാക്ട്ലി 1 റൂട്ട് മാത്രമേ ഉണ്ടാകൂ. ഓക്കെ, ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഇതിന്റെ വർക്കൗട്ട് പ്രോബ്ലംസ് നിങ്ങൾക്ക് നൽകുന്നതാണ്. ഓക്കെ, ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ, താങ്ക് യു.